ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനാവശ്യമായിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. അത് നമ്മൾ ബോണുള്ള പീസാണെങ്കിൽ നമ്മൾ ബോൺ കളഞ്ഞിട്ട് ബോൺലെസ് ആക്കി എടുക്കണം. സ്ക്വയറായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങാവുന്നതാണ്. ചിക്കൻ എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് ആ ചിക്കൻ അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 മുട്ട, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ് 2 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഒരു 6-7 സ്പൂണോളം കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് 2 കിലോ ചിക്കന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഹാഫ് ലെമൺ നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ആ ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ ഇരിക്കണം. വെള്ളം പോലെ ആയി പോകരുത്. വെള്ളം പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണയ്ക്കകത്തിട്ട് നമ്മളത് വറക്കുമ്പം അത് ചിക്കൻ മൊരിയത്തില്ല. അതിൻ്റെ മസാല സെപ്പറേറ്റ് ആയിട്ട് ആയിപ്പോകും. അപ്പോൾ നമ്മൾ പാൻ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഇല്ലെന്നെങ്കിൽ പിന്നെ നമ്മൾ അത് തിരിച്ചിടേണ്ടിയൊക്കെ വരും. അപ്പം നല്ലപോലെ എണ്ണ ഒഴിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ നമ്മൾ മൊത്തം ഒന്ന് വറുത്തെടുത്ത ശേഷം നമ്മൾ അത് ടിഷ്യൂ പേപ്പറിലേക്ക് ആക്കിയിടുന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മസാല റെഡിയാക്കാം. പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ചിക്കൻ വറുത്ത ആ എണ്ണ തന്നെയാണ് നമ്മൾ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കുന്നു. അതൊഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഇടാൻ ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, ഒനിയന്, പച്ചമുളക്, ടൊമാറ്റോ ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്കതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇവിടെ ഞാനിപ്പം റെഡും യെല്ലോയും ആണ് എടുത്തിരിക്കുന്നത്. ഗ്രീനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്ന് പോകണ്ട. എന്നിട്ട് നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കൂടെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പം 2 ടീസ്പൂണായിട്ട് ഇട്ടിരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. എന്നിട്ട് ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്കതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയാ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മൊത്തത്തോടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കൊറിയാണ്ടർ ലീഫും കൊണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇളം ചൂട് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ്. പൊറോട്ടയുടെ കൂടെ നമുക്ക് നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ ഓൺ അനദർ ഡേ.